ബഹുമാനായ മുഖ്യമന്ത്രി വേദിയിലെത്തിക്കഴിഞ്ഞു. കൂടെ LDFിന്റെ കൺവീനർ. തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ ദുർഭരണത്തിൽ മനമെടുത്ത ജനങ്ങൾ ഈ BJPയുടെ വാഗ്ദാനം വിശ്വസിച്ച് അവരെയാണ് അധികാരത്തിലെത്തിയത്. അതിന്റെ ഫലം എന്താ? കൂടുതൽ ജനദ്രോഹ നടപടികൾ. വാഗ്ദാനങ്ങളൊക്കെ അപ്പം തന്നെ മറന്നു. ഇപ്പോൾ ഗ്യാരണ്ടിയെ പറ്റിയൊക്കെ പറയുന്നില്ലേ? തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു വാഗ്ദാനവും നടപ്പാക്കപ്പെട്ടില്ല, അപ്പം തന്നെ മറന്നു. പൂർണ്ണമായി ജനവിരുദ്ധമായ നയം. ഇപ്പം ജനങ്ങൾ പ്രതീക്ഷിച്ചത് നേരത്തെയുള്ള നയത്തിലൊരു മാറ്റമാണ്. ആ മാറ്റമൊന്നും ഉണ്ടായില്ല. 2014 മുതൽ കണ്ടത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നത്. കടുത്ത ജനദ്രോഹ നടപടികൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJP നടപ്പാക്കിയത് അവരുടെ നയമാണ്. 2ാം UPA സർക്കാർ നടപ്പാക്കിയത് കോൺഗ്രസിന്റെ നയമാണ്. ഈ രണ്ട് കൂട്ടരുടെ നയമാണെങ്കിലും ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഒരു നയമായിട്ടാണ്. കാരണം രണ്ടും ജനവിരുദ്ധമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. സാമ്പത്തിക നയം ഒന്നാണ്. കോൺഗ്രസിനും BJPക്കും അതിൽ ഭിന്നതയില്ല. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ കൂടുതൽ പാപ്പരീകരിക്കപ്പെട്ടു. സമ്പന്നര് കൂടുതൽ സമ്പന്നരായി, അതിസമ്പന്നര് അധിക സമ്പത്തിലേക്ക് പോയി. കോർപ്പറേറ്റുകൾക്കായി എല്ലാ ഗുണങ്ങളും. ദരിദ്രർ കൂടുതൽ പാപ്പരീകരിക്കപ്പെട്ടു. എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ? ലോകം രാഷ്ട്രങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി. ആ പട്ടികയിൽ 107ാം സ്ഥാനത്താണ് നമ്മൾ. ആ പട്ടികയിൽ പിന്നെ 14 രാഷ്ട്രങ്ങളേ ഉള്ളൂ നമ്മുടെ പുറകിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യം നമ്മുടെ രാജ്യം. ഇതാണ് BJPയുടെ സംഭാവന, കോൺഗ്രസിന്റെ സംഭാവന. കാരണം രണ്ടിൻ്റെയും സാമ്പത്തിക നയമാണ് ഈ നിലയിലേക്ക് എത്തിച്ചത്. ഈ 107ാം സ്ഥാനം 108ൽ നിന്ന് 107 ആയതല്ല, 55ൽ നിന്ന് 107ലേക്ക് പതിച്ചതാണ്. അത്ര കണ്ട് ജനവിരുദ്ധമായ നയങ്ങൾ അതാണ് നടപ്പാക്കിയത്. അതോടൊപ്പം പൂർണ്ണമായ കാവ്യവൽക്കരണം. എല്ലാ സ്ഥാപനങ്ങളും, ഭരണഘടനാ സ്ഥാപനങ്ങൾ, അവയുടെ സ്വതന്ത്രാവസ്ഥയൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. സംഘപരിവാര നിലപാട് എല്ലാം തങ്ങളുടെ കാൽക്കീഴിൽ വേണം. അതിനാണ് BJP ഗവൺമെന്റ് നേതൃത്വം കൊടുത്തത്. ഇതാണ് നരേന്ദ്രമോദിയുടെ 2014 മുതൽ 19 വരെയുള്ള ഭരണകാലം. 2019 നരേന്ദ്രമോദിക്ക് 2ാം ഊഴം കിട്ടുന്നു. 2ാം ഊഴം കിട്ടിയാൽ എന്താണ് അവസ്ഥ എന്നത് കൃത്യമായി BJP ഗവൺമെന്റ് കാണിച്ചു. നരേന്ദ്രമോദി അത് കാണിച്ചു. 2ാം ഊഴം കിട്ടിയപ്പോൾ RSSന്റെ തനി അജണ്ട പുറത്തേക്കെടുത്തു. RSSന്റെ നയം തന്നെയാണ് നേരത്തെ നടപ്പാക്കിയത് കേട്ടോ. പക്ഷെ RSSന് തീവ്ര അജണ്ടകളുണ്ട്.
ആ തീവ്ര അജണ്ടകളുടെ രംഗസംവിധാനം മാത്രമേ ആദ്യം ഒരുക്കിയുള്ളൂ. രണ്ടാം ഊഴമായപ്പോൾ നേരെ തീവ്ര അജണ്ടയിലേക്ക് കടന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത. മതനിരപേക്ഷത പാടില്ല എന്നതാണ് RSSന്റെ നിലപാട്. അവരത് രഹസ്യമായിട്ടൊന്നും വെച്ചിട്ടില്ല, പരസ്യമായി പറയുന്ന കാര്യമാണ്. നമ്മുടെ ഭരണഘടന അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഇതിനെ അവർ എതിർക്കുന്നുണ്ട്. അവർ ഭരണഘടനയ്ക്കെതിരാണ്, മതനിരപേക്ഷതയ്ക്കെതിരാണ്, ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരാണ്. ഭരണഘടന അംഗീകരിച്ച ഉടനെ, കൃത്യമായി പറഞ്ഞാൽ ഭരണഘടന അംഗീകരിച്ച് 4-ാമത്തെ ദിവസം RSSന്റെ മുഖപ്രസിദ്ധീകരണം ഒരു മുഖലേഖനവുമായി പുറത്തു വരികയാണ്. അവർ പറഞ്ഞു, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവർക്ക് പരാതി മനുസ്മൃതി അംഗീകരിക്കാത്തതുകൊണ്ടായിരുന്നു. മനുവിൻ്റെ നിയമം അതാണ് രാജ്യത്തിൻ്റെ നിയമം. അത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനസ്സിലായില്ല, അത് ഉൾക്കൊണ്ടില്ല. നമ്മൾ ഭരണഘടന ഉറപ്പ് നൽകുന്നത് എന്താ? എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യത, പരിരക്ഷ. ആർക്ക്? ഇന്ത്യൻ പൗരർക്ക് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്നാണ് ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്കാകെ നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയും ഉറപ്പു നൽകുകയാണ്. അത്ര വിശാലമാണ് നമ്മുടെ ഭരണഘടന. അതാണ് മതനിരപേക്ഷത ഉറപ്പു നൽകുന്നത്. മതനിരപേക്ഷത എന്ന് പറയുമ്പോൾ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. എല്ലാവർക്കും തുല്യ പരിഗണനയാണ്. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുന്നുവെങ്കിൽ അതുമാകാം, അവർക്കും തുല്യ പരിഗണനയാണ്. ഇതാണ് RSSന് അംഗീകരിക്കാൻ പറ്റാത്തത്. അവർക്ക് വേണ്ടത് മതാധിഷ്ഠിത രാഷ്ട്രമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഭരണഘടന അംഗീകരിച്ച നാൾ മുതൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ RSS നിയന്ത്രിക്കുന്ന BJP രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈയാളുന്ന അവസ്ഥയിലേക്ക് വന്നു. രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈയാളുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇതെല്ലാം സംരക്ഷിക്കേണ്ടത്. ആ കേന്ദ്ര ഗവൺമെൻറ്റാണ് RSS നിയന്ത്രിക്കുന്ന അവസ്ഥ. RSS നിയന്ത്രിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. അപ്പോൾ ഏതിനെയാണോ സംരക്ഷിക്കേണ്ടത് അതിനെല്ലാം എതിരായുള്ള നയത്തിലാണ് BJP നിൽക്കുന്നത്. അപ്പോൾ നേരെ RSS അജണ്ട നടപ്പാക്കാൻ പുറപ്പെട്ടു. ഈ രണ്ടാം ഊഴത്തിൽ 2019 മെയ്യിൽ തെരഞ്ഞെടുപ്പ്. വലിയ താമസം ഉണ്ടായില്ല. 2019 തന്നെ മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതി വന്നത്. പൗരത്വ നിയമ ഭേദഗതി എന്നത് ലോകം അംഗീകരിക്കാത്തൊരു നിയമ ഭേദഗതിയാണ്. എന്ത് സന്ദേശമാണ് കോൺഗ്രസ് നിങ്ങൾ നൽകുന്നത്? രാഹുൽ ഗാന്ധി പറയണം, ഇപ്പൊ വന്നല്ലോ കാര്യങ്ങൾ പുറത്ത്, ആ കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞത്. എന്താ നടന്നത് എന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നല്ലോ. ഇവർ തയ്യാറാക്കിയ പ്രകടന പത്രികയുടെ കരട്, ആ കരടിൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ഭാഗമുണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം
ആ കരട് തയ്യാറാക്കിയ സമിതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് കൊടുത്ത വാർത്തയാണ്. ആ ഭാഗം വേണ്ടെന്ന് വെച്ചത് ആരാണ്? നേതാക്കൾ ഉൾപ്പെടുന്ന കോൺഗ്രസിന്റെ യോഗം. അതല്ലേ വസ്തുത? അപ്പൊ എവിടത്തേക്കാണ് നിങ്ങൾ പോകുന്നത്? ഇതാണ് ആലോചിക്കേണ്ടത്. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലാണല്ലോ UDF തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. 18 പേര്, ഇപ്പോൾ അവസാനത്തെ കക്ഷി തന്നെയാണ് പറയുന്നത്, 2 പേര് LDF-നോടൊപ്പം, ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാഴിക്കാട്. ബാക്കി 18 പേര് UDF-നോടൊപ്പം. ഈ 18-അംഗ സംഘം ഇക്കാര്യത്തിൽ എവിടെയെങ്കിലും കണ്ടോ? ഈ പ്രതിഷേധത്തിൽ എവിടെയെങ്കിലും കണ്ടോ? ഡൽഹി വലിയ തോതിൽ പ്രക്ഷോഭം ആളിക്കത്തുന്നു. ആ ദിവസം ഈ 18-അംഗ സംഘത്തിൽ പലരും അവരുടെ കക്ഷി നേതാവിൻ്റെ, പ്രസിഡന്റിന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയി എന്നാണ് വാർത്തകൾ വന്നത്. നിങ്ങൾ എന്തിനാണ് പ്രാമുഖ്യം കൊടുത്തത്? അതല്ലേ പ്രശ്നം. ഇത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് നടപ്പാക്കിയ RSS അജണ്ടയിലെ ഒരിനം മാത്രമാണ് കേട്ടോ. RSS അജണ്ട അതോടെ അവസാനിക്കുന്നില്ല. RSS അജണ്ടയുടെ 2ാമത്തെ ഇനം ഭരണഘടന അംഗീകരിച്ച നാൾ മുതൽ RSS പറയുന്നൊരു കാര്യം, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യണം. തുടർച്ചയായി അവരുടെ ആവശ്യം. 2ാം ഊഴം, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 2ാം ഊഴം. ആ 2ാം ഊഴത്തിൽ ഈ RSS അജണ്ട നടപ്പാക്കാൻ അവർ തീരുമാനിക്കുന്നു. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെന്റ് എഴുന്നേറ്റ് നിൽക്കുന്നു. അദ്ദേഹം ഒരു കടലാസ് എടുത്ത് വായിക്കുകയാണ്. അതില് 1, ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദു ചെയ്യുന്നു. 2, ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. 3, ജമ്മു കാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇങ്ങനൊരു കാര്യം നടക്കണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം? ഞങ്ങൾക്കൊരു നടപടിക്രമവും ബാധകമല്ല. അതാണ് സംഘപരിവാർ നിലപാട്. അതാണ് BJP ഗവൺമെന്റ് ചെയ്തത്. പ്രതിഷേധം കനത്തു. മതനിരപേക്ഷ മനസ്സുള്ളവരെല്ലാം ശക്തമായി പ്രതിഷേധിച്ചു. ആ ശക്തമായ പ്രതിഷേധ നിരയിൽ കോൺഗ്രസ് ഉണ്ടായോ? സാങ്കേതികമായി എതിർത്തില്ല എന്നല്ല, രാജ്യത്തുയർന്നു വന്ന ശക്തമായ പ്രതിഷേധത്തിൽ ആ കനത്ത പ്രതിഷേധത്തിനോടൊപ്പം കോൺഗ്രസിന് നിൽക്കാനായില്ല. പാർലമെന്റിലും പുറത്തും കോൺഗ്രസിന്റെ ശബ്ദം ആ രീതിയിൽ ഉയർന്നില്ല. മാത്രമല്ല, ചില കോൺഗ്രസ് നേതാക്കള് രഹസ്യമായി BJPയെ അഭിനന്ദിച്ചു. ഒരാളെ കാര്യം രഹസ്യമല്ല, അദ്ദേഹത്തിന് ആവേശം അടക്കി നിർത്താൻ പറ്റിയില്ല. അത് രാജ്യസഭയിലെ കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്. എന്തൊരു നല്ല കാര്യമാണ് BJP ചെയ്തത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക, ഇത്രയും മഹത്തായ കാര്യം BJPക്ക് അല്ലാതെ ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ആവേശത്തോടെ അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി BJP ചേർന്നു. BJP രാജ്യസഭാംഗത്വം നൽകി തിരിച്ചയച്ചു രാജ്യസഭയിലേക്ക്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറയണം, ഇത്തരത്തിലുള്ള സംഘപരിവാറുകാർ എത്ര, സംഘപരിവാർ മനസ്സുകാർ എത്ര നിങ്ങളുടെ കൂടെ.
അതല്ലേ അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയാതിരുന്നത്? നമ്മുടെ 18-അംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ? അതിലും അവരെ എവിടെയും കാണാൻ പറ്റിയില്ല. ഈ രാജ്യത്ത് NIA നിയമം ഭേദഗതി ചെയ്യാൻ പുറപ്പെട്ടു. നേരത്തെ തന്നെ ഇതൊരു കടുത്ത നിയമമാണ്. അത് കൂടുതൽ കടുപ്പിക്കാനാണ് BJP ഗവൺമെന്റ് നടപടിയെടുത്തത്. എന്താ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? ആ നിയമത്തിനെ എതിർക്കുന്നില്ല. ലോക്സഭയിലെ ആകെ എതിർത്തത് 6 പേര്. ആ 6-ൽ 1 ആലപ്പുഴയിലെ ആരിഫ്. മറ്റൊരു കരിനിയമം EAPA. എല്ലാവരും വലിയ കരിനിയമമെന്ന് ആക്ഷേപിക്കുന്ന നിയമം, അതിനെ കൂടുതൽ കരിനിയമമാക്കാനുള്ള ഭേദഗതി. എന്താ കോൺഗ്രസ് ചെയ്തത്? BJPയുടെ കൂടെ. ഇതല്ലേ കോൺഗ്രസിന്റെ നില? ഈ നിയമ ഭേദഗതിയൊക്കെ ആരെ ഉദ്ദേശിച്ചു എന്നത് പകൽ പോലെ വ്യക്തമല്ലേ? നമ്മുടെ 18-അംഗ സംഘം ഇവിടെ എവിടെയെങ്കിലും കണ്ടോ? പാർലമെന്റിൽ കണ്ടോ? ഇത്തരത്തിലുള്ള എത്രയോ പ്രശ്നങ്ങൾ, ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങൾ. ഇനി നമ്മുടെ നാടിൻ്റെ കാര്യം. നമ്മുടെ നാടിൻ്റെ കാര്യത്തിൽ BJP സർക്കാർ എല്ലാ കാലത്തും ഒരു കേരള വിരുദ്ധ സമീപനമാണ് സ്വീകരിച്ചു പോയിട്ടുള്ളത്. നമ്മൾ ഈ കാലയളവിൽ ഒരുപാട് ദുരന്തം അനുഭവിക്കേണ്ടി വന്നവരാണല്ലോ. ഇപ്പോ നരേന്ദ്രമോദി വന്നിട്ട് വലിയ വാഗ്ദാനം, കേരളത്തെ വൻതോതിൽ വികസിപ്പിക്കാൻ പോകുന്നു. ആര്? നരേന്ദ്രമോദി. നിങ്ങൾ ആപൽക്കാലത്ത് ഞങ്ങളോട് കാണിച്ച മനോഭാവം ഞങ്ങൾ ആരും മറന്നിട്ടില്ലാലോ. ആ നിങ്ങളാണോ കേരളത്തെ സഹായിക്കാൻ പോകുന്നത്? ഇവിടെ നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നപ്പോൾ ഞങ്ങൾ തകർന്നടിഞ്ഞു പോയതാണല്ലോ. എല്ലാവരും വേദനിച്ചല്ലോ. കേരളത്തെ അറിയാവുന്നവരെല്ലാം വേദനിച്ചല്ലോ, എങ്ങനെ ഇവർ കരകയറി വരുമെന്ന്. ആ ഘട്ടത്തിൽ ഞങ്ങൾ ചോദിച്ചല്ലോ പ്രത്യേക സഹായം, പ്രത്യേക പാക്കേജ്. അതൊരു ഔദാര്യമല്ലല്ലോ. ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനം വൻതോതിൽ ദുരന്തം നേരിട്ടാൽ സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടല്ലോ. നിങ്ങൾ സഹായിച്ചോ? നിങ്ങളുടെ മനോഭാവം ഇനിയും തകരട്ടെ എന്നതായിരുന്നില്ലേ? നിങ്ങൾ സഹായിച്ചില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ സഹായിക്കാൻ ചിലർ തയ്യാറായി മുന്നോട്ട് വന്നു. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കില്ല. എന്താണത്? നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ വലിയ ദുരന്തമുണ്ടായിരുന്നു, പ്രകൃതി ദുരന്തം. അന്താരാഷ്ട്ര സഹായം അന്ന് അവിടെ വാങ്ങിയിരുന്നു. അന്താരാഷ്ട്ര സഹായം വാങ്ങിയ ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നയാള് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിലുണ്ടായ ദുരന്തത്തിൽ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നതിന് ന്യായമെന്ത്? കേരളം കൂടുതൽ തകരട്ടെ എന്ന മനോഭാവം തന്നെ. നമ്മുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിയുന്നു. അവർ പറയുന്നു ഞങ്ങൾക്ക് സഹായം സ്വരൂപിക്കാൻ പറ്റും, നിങ്ങളൊന്ന് സഹായിക്കണം, മന്ത്രിമാരാരെങ്കിലും വരണം, എന്നാൽ സഹായം സ്വരൂപിക്കാൻ അത് കുറച്ചുകൂടി സഹായമാവും. ഞങ്ങൾ തീരുമാനിക്കുന്നു ആളുകളെ അയക്കാൻ, മന്ത്രിമാരെ അയക്കാൻ. ഇന്ത്യ ഗവൺമെന്റ് അനുമതി വേണം മന്ത്രിക്ക് പോകണമെങ്കിൽ. അനുമതിയില്ല, ഇന്ത്യ ഗവൺമെന്റ് അറിയിക്കുന്നു. ഏതാ മനോഭാവം അത്? നിങ്ങൾ രക്ഷപ്പെടരുത് എന്ന മനോഭാവം. നരേന്ദ്രമോദി അന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് കടുത്ത പ്രതിസന്ധിയുടെ കാലമാണ്, നാം
തലയിൽ വെച്ച് കരഞ്ഞിരിക്കാനല്ല ഭാവം. ഈ പ്രതിസന്ധിയെ നമുക്ക് അതിജീവിച്ച് കയറണം. നാടും ജനങ്ങളും ഒരുമയോടെ ഐക്യത്തോടെ അതിനായി അണിനിരക്കണം. നാം തെളിയിച്ചല്ലോ, ലോകം അത്ഭുതാതരങ്ങളോടെ നോക്കിക്കാണുമാറുള്ള അതിജീവനം ഈ സംസ്ഥാനം നടത്തിയില്ലേ? അതിന് നിങ്ങളുടെ പങ്കെന്ത്? നിങ്ങൾ സഹായിക്കേണ്ടതായിരുന്നില്ലേ? സഹായിച്ചില്ലല്ലോ. ആ ഘട്ടത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് സ്വീകരിച്ച സമീപനം, കേന്ദ്രത്തിന്റെ കൂടെ അവര് ഈ തെറ്റായ കാര്യങ്ങൾ ഓരോന്നും നടക്കുമ്പോൾ അതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. ഇതൊന്നും നാം കണ്ടതല്ലേ? പിന്നീടുണ്ടായ കാര്യങ്ങൾ, ഈ 5 വർഷക്കാലത്തെ അനുഭവം എത്ര തിക്തമായതാണ്. ഏതെല്ലാം തരത്തിലാണ് നമ്മെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയത്. ആ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തിൽ ഈ 18 അംഗ സംഘം കേന്ദ്ര ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചോ? തെറ്റായ കാര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കാൻ തയ്യാറായോ? എന്താണ് അവരെ വിലക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ 18 അംഗ സംഘത്തിനത് കഴിയാത്തത്? ഒരനുഭവം പങ്കിടാം. പാർലമെന്റ് മെമ്പർമാരുടെ യോഗം സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർക്കും. 2 തവണ അവരോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ കേരളത്തിലെ എംപിമാരെല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കാണണം. ഇതാണ് കണക്ക്. നമ്മളെ അവഗണിക്കുന്ന, നമ്മോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ കണക്ക് നിവേദന രൂപത്തിൽ നിങ്ങൾ നൽകണം. അവരോട് തിരുത്തണമെന്ന് ആവശ്യപ്പെടണം. എല്ലാവരും സമ്മതിച്ചു. പക്ഷേ നിവേദനം ഒപ്പിടാൻ മാത്രം തയ്യാറില്ല. 2ാമത്തെ തവണ നിവേദനം ഒപ്പിടാൻ കൊണ്ടുപോയപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ ഒപ്പിടാം, ഒരു വാചകം കൂടി എഴുതണം. അതെന്താ? കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനൊക്കെ ഇടയാക്കിയത് എന്ന് എഴുതണം. എങ്ങനെയുണ്ട്? എന്താ നിവേദനം? കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും. അപ്പൊ അതിനകത്ത് എഴുതുക, ഇതൊന്നും നിങ്ങൾ കാരണം സംഭവിക്കുന്നതല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇതിൽ പരം കേന്ദ്ര ഗവൺമെന്റുമായി ചാരി നിൽക്കുന്ന നില വരാനുണ്ടോ? ഏത് തോതിലാണ് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കാൻ തയ്യാറായത്? എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസ്ഥാന താല്പര്യം നഷ്ടപ്പെട്ടു? ഈ 18 അംഗ സംഘം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി അടക്കമല്ലേ? ഈ കേരളത്തെയല്ലേ നിങ്ങൾ 18 പേര് പ്രതിനിധീകരിക്കുന്നത്? കേരളത്തിന്റെ വികാരം ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉയർത്താൻ കഴിഞ്ഞോ? അതല്ലേ വസ്തുത. ഞങ്ങള് ഗത്യന്തരമില്ലാതെ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് പോയി. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ 2 സർക്കാരുകളിലെ നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തുകൂടെ? ഓ, ഞങ്ങൾ നേരത്തെ റെഡി എന്ന് കേരളം. കേന്ദ്രത്തിന് ആലോചിക്കണം, ആലോചിച്ച് ഉച്ചയ്ക്ക് ശേഷം പിന്നെ ചർച്ച നിഷേധിക്കുന്നത് ശരിയല്ല, ആവാമെന്നവർ പറഞ്ഞു. ചർച്ച നടന്നപ്പോൾ എല്ലാം മുട്ടാപ്പോക്ക് രീതി തന്നെ. നിങ്ങൾ കോടതിയിലൂടെ പെറ്റീഷൻ പിൻവലിച്ചാൽ ആലോചിക്കാം എന്നാണ് എല്ലാം കോടതിയുടെ മുൻപാകെ പറഞ്ഞു. സുപ്രീം കോടതി എന്താ നിലപാടെടുത്ത്? സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കേരളത്തിന് അർഹതപ്പെട്ടതല്ലേ 13,000 കോടിയിലധികം രൂപ, അത് നിങ്ങൾ അനുവദിക്കാത്തതിന് എന്ത് ന്യായമാണുള്ളത്? ആദ്യം നിങ്ങൾ അത് അനുവദിക്കൂ. അപ്പോഴാണ് നമുക്ക് അർഹതപ്പെട്ട 13,000 കോടിയിലധികം രൂപ അനുവദിക്കുന്നത്. നാം കാണേണ്ടത് അതൊരു ഔദാര്യമല്ല, നമുക്ക് അർഹതപ്പെട്ടതാണ്. ആ അർഹതപ്പെട്ട 13,000 കോടിയിലധികം രൂപ നമുക്ക് ലഭിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു എന്നർത്ഥം. ഇപ്പോ
ഇദ്ദേഹം പറയാണ്, നരേന്ദ്രമോദി പറയാണ്, കേരളം സുപ്രീം കോടതിയിൽ പോയി കനത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നേറ്റു. അതെങ്ങനെയാണ് പ്രധാനമന്ത്രി കനത്ത തിരിച്ചടിയാകുന്നത്? സുപ്രീം കോടതി വിശദമായി വാദം കേട്ടു. വാദം കേട്ട അവസാനം പറഞ്ഞു, വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ് കേരളം ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ സുപ്രീം കോടതി ഇതേവരെ കടക്കാത്തൊരു മേഖലയാണിത്. അതായത് സാമ്പത്തിക ഫെഡറലിസത്തെ പറ്റിയാണ് നമ്മുടെ ഹർജിയിലെ സത്ത. ആ ഭാഗത്ത് ഞങ്ങൾ ഇതേവരെ കടന്നിട്ടില്ല. ഈ ഭാഗത്ത് ഞങ്ങൾ ഇതേവരെ കടക്കാത്തതുകൊണ്ട് വിശദമായി വാദം കേൾക്കണം. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ 5 അംഗ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് വിശദമായി കേൾക്കട്ടെ. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വാദം അംഗീകരിച്ച് നിലപാടല്ലേ സുപ്രീം കോടതി എടുത്തത്? പുതിയ മാനത്തിലേക്ക് ഉയരുകയല്ലേ ചെയ്തു? ദേശീയ തലത്തിലുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് മാറിയില്ലേ? സുപ്രീം കോടതിയുടെ നിലപാട് നമ്മുടെ രാജ്യത്തിലെ കോൺഗ്രസിനും ഇവിടുത്തെ 18 അംഗ സംഘത്തിനും മുഖത്തേറ്റ അടിയല്ലേ? ഇതാണ് നാം കാണേണ്ടത്. നമ്മുടെ നാട്ടിലെ താല്പര്യമല്ല ഇവർ പ്രതിനിധീകരിക്കുന്നത്. BJPക്ക് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്. ആ കേരള വിരുദ്ധ സമീപനം ഈ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDFനും വന്നിരിക്കുന്നു. ഈ സമീപനത്തോട്, കേരള വിരുദ്ധ സമീപനത്തോട് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം യോജിക്കുന്നില്ല. ഇന്ന് കേരളത്തിലാകെ കാണാൻ കഴിയുന്നൊരു വികാരം കേരള വിരുദ്ധ സമീപനത്തിനെതിരായുള്ള നിലപാടാണ്. ഇതാണ് നാം കാണേണ്ടത്. എല്ലാ മണ്ഡലങ്ങളിലും, എല്ലാ പാർലമെന്ററി മണ്ഡലങ്ങളിലും ഇതിൻ്റെ ഭാഗമായി ശക്തമായ LDF അനുകൂല തരംഗമാണ് അലയടിച്ചുയരുന്നത്. ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്ററെയാണ് നിർത്തിയിട്ടുള്ളത്. ബാലകൃഷ്ണൻ മാസ്റ്റർ ഈ മണ്ഡലത്തിന് അപരിചിതനായ ഒരു വ്യക്തിയല്ല. എല്ലാ കാലത്തും നല്ല രീതിയിൽ നിലപാടുകളിൽ തെളിമയും ആശയത്തിൽ വ്യക്തതയും പുലർത്തി പ്രശ്നങ്ങളിൽ ഇടപെട്ടു വന്ന രാഷ്ട്രീയ നേതാവാണ്. അത്തരമൊരാളാണ് തങ്ങളുടെ പ്രതിനിധിയായി വേണ്ടത് എന്ന് ജനങ്ങളാകെ ചിന്തിക്കുന്ന കാലമാണിത്. അതുകൊണ്ട് തന്നെ ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചിഹ്നം അരിവാചുറ്റിക നക്ഷത്രം, അരിവാചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി സഖാവ് MV ബാലകൃഷ്ണൻ മാസ്റ്ററെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.